മീഷോയേക്കാൾ റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയാലോ, മഴക്കാലത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കാനാകുമ്പോഴേക്കും മക്കൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്ട്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ അവരുടെ കാറ്റലോഗ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്ത് വാങ്ങാം കേട്ടോ. ഇത് മാത്രമല്ല ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റാണ് ആവശ്യമുള്ളതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ആദ്യത്തേത്, മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കുടകളാണല്ലേ. നമ്മൾ പഴയ കുടയൊക്കെ എവിടെ വെച്ച് എന്ന് തിരഞ്ഞു നടക്കുന്ന ഒരു സമയമായിരിക്കും. പുതിയ കുടകൾ വാങ്ങാനുള്ള ഒരു ഇതിലും ആയിരിക്കും. അപ്പോൾ ഇതാ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുടകളാണ് കേട്ടോ ഇത്. ഈ ഗ്രീൻ കളറിലും പിങ്ക് കളറിലും കാണുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ടൈപ്പിലുള്ള കുടയാണ്. വെറും 198 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു നോർമൽ ടൈപ്പിലുള്ള കുട ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടും തോന്നുന്നില്ല. അടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ തുറന്നു വരുന്ന കുടയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ മഴ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആവും. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികളാണല്ലോ ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള കുടയൊക്കെ യൂസ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സാധാരണ കുടയായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന, ഓട്ടോമാറ്റിക്കായിട്ടൊരു സ്വിച്ച് മാത്രം നെക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുന്ന, നല്ല പോലെ ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ പറ്റുന്ന കുടയാണ് കേട്ടോ. ഈ ഒരു കുടയുടെ റേറ്റും വളരെ കുറവാണ്. വെറും 249 രൂപയുള്ളൂ കേട്ടോ. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ തുണികളുണ്ടാവില്ലേ, കസാരയിലും ടേബിളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ നനഞ്ഞ തുണികൾ തോരിയിടാൻ വേണ്ടിയിട്ട്, ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വീടിനുള്ളിലൊക്കെ ഈ ഒരു റോപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊളത്തിയിട്ട് അയ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ നമുക്കതങ്ങോട്ട് ഊരി മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ. സാധാരണ കയറൊക്കെ ഉപയോഗിച്ച് കെട്ടണം. അപ്പോൾ അതിൻ്റെ ഒന്നും പണിയില്ല. ജസ്റ്റ് ഒരു കുളത്തിട്ട് കൊടുത്താൽ മതി. ജനലിൻ്റെയൊക്കെ ചെറിയ ഹോൾസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ കുളത്തിട്ട് കൊടുത്താൽ മതി. 2 ജനലിൽ നമുക്ക് അയ ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അയാണ് കേട്ടോ. സാധാരണ ഒരൊറ്റ നൂല് പോലുള്ളൊരു കയറല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അവരിങ്ങനെ മെടഞ്ഞിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ഹോൾസ് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാങ്ങേഴ്സൊക്കെ തൂക്കിയിടാൻ പറ്റും. കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കൊന്നുമില്ല. നമുക്ക് പുറത്തും വീടിനുള്ളിലൊക്കെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അയാണ് കേട്ടോ. ഞങ്ങളിവിടെ അയ എന്ന് പറയും. ഇതിന് കുറേ പേരുണ്ടല്ലേ, നിങ്ങൾ എന്താ പറയാമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ഇടണേ. കണ്ടോ, ഇതുപോലെ ഹാങ്ങർ ഇങ്ങനെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്താണിത് വെക്കുന്നതെങ്കിൽ കാറ്റത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമൊന്നുമില്ല കേട്ടോ, ചാടി പോകുമൊന്നുമില്ല. വെറും 58 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. അടുത്തത് മഴക്കാലത്ത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് കുട്ടികളുടെ ബാഗൊക്കെ, നമ്മളിപ്പം കുട കൊണ്ട് മഴ കൊള്ളുന്നതിന് നമ്മൾ കുട നിവർത്തിയാലും നമ്മുടെ ബാഗൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നനഞ്ഞു പോകില്ലേ. അപ്പോൾ ബാഗിന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കവറാണ് കേട്ടോ ഇത്. ഇതിനിങ്ങനെ ഇലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ കുടയുടെ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ഇതിനുള്ളിലേക്ക് കടക്കൂല. കുടയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ താഴേക്ക് പോകില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും വെള്ളം ഒഴിച്ചാൽ താഴേക്ക് അങ്ങനെ പോവും. ഒട്ടും വെള്ളം ആ ബാഗ് അബ്സോർബ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ബുക്ക് നനയുക, ആ ബാഗ് വെള്ളം നിന്നിട്ട് സ്മെല്ല് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വെറും 94 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് ലഞ്ച് ബാഗുകളാണ് കേട്ടോ. നല്ല ഫ്ലോറൽ പ്രിൻസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാൻ ഭംഗി മാത്രമല്ല, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ലഞ്ച് ബാഗുകളാണ്. അതുകൊണ്ട് തന്നെ വെള്ളമോ കറിയൊക്കെ ഇതിനുള്ളിൽ പോയാലും പുറത്തേക്ക് അത് വരില്ല കേട്ടോ. നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഡിസൈൻസിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ആണ് കേട്ടോ. കണ്ടോ, ഇതിന് 2 കൊമ്പൊക്കെ വരുന്നുണ്ട്. ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ നോക്കുന്നുണ്ടെങ്കിൽ വെറും 135 രൂപയ്ക്ക് ഗ്രോ സ്റ്റോറിൽ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. ഇതുപോലെയുള്ള 2 കൊമ്പും പിന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കണ്ടോ ഇതുപോലെ നമുക്ക് അവർക്കത് കുടിക്കാൻ പറ്റും. 135 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണല്ലോ ഓയിൽ പുരട്ടുന്ന സിലിക്കോണിൻ്റെ ബ്രഷ്. അപ്പോൾ ഞാൻ പല തവണയായിട്ട് പറയാറുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ സിലിക്കോണിൻ്റെ ബ്രഷ്. എത്രയാണെങ്കിലും ചൂടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കെമിക്കൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. എണ്ണയിൽ ഇങ്ങനെ ചൂടായിട്ട് നമ്മൾ ചട്ടിയിലൊക്കെ തേക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടില്ലാത്ത നമ്മളിപ്പോൾ പോളകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ എണ്ണ പുരട്ടുക അങ്ങനെയൊക്കെ മാത്രമേ സിലിക്കോണിൻ്റെ ബ്രഷ് യൂസ് ചെയ്യാറുള്ളൂ.
ചൂടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു എണ്ണ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോട്ടൻ്റെ ഓയിൽ ബ്രഷാണ് കേട്ടോ ഇത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഈ സിലിക്കോണൊക്കെ ട്രെൻഡിങ് ആയപ്പോൾ ഇത് കിട്ടാറില്ല. എന്നാൽ ഗ്രോ സ്റ്റോറിൽ വെറും 39 രൂപയ്ക്ക് നമുക്കിത് വാങ്ങാൻ പറ്റും കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അടച്ച് എടുത്തു വെക്കാൻ പറ്റും. ബാക്കിലൂടെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എണ്ണ നമുക്ക് മുക്കി വെക്കാം. അടച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൽ പ്രാണിയോ അങ്ങനെയൊന്നും തൊടുന്ന പ്രശ്നമൊന്നുമില്ല. അടുത്തത് സോക്സ് ഓർഗനൈസർ ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാവില്ലേ, സോക്സ്, ഇന്നർ വെയേഴ്സ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ്, ഏപ്രൺസ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇത് എറിഞ്ഞാൽ പോലും പൊട്ടൂല കേട്ടോ, അത്രയും കട്ടിയുണ്ട്. 2 എണ്ണത്തിന് 85 രൂപയാണ് കേട്ടോ. അടുത്തത് ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡറാണ് കേട്ടോ. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ നേരിട്ട് ചിലരൊക്കെ ബ്രഷ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും വൃത്തികേടായിട്ടുള്ള പരിപാടി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഫ്ലഷ് അടിക്കുന്ന സമയത്ത് ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും കോടാനുകോടി അണുക്കൾ ബാത്റൂമിൽ നിറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ അവിടെ വെക്കുമ്പോൾ പിന്നീട് നമ്മളത് വായിലേക്കാണല്ലോ കൊണ്ടുപോവുക. അപ്പോൾ ഇതുപോലെ ഇതിനുള്ളിലിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷ് നല്ല സേഫായിട്ട് ഹൈജീനിക്കായിട്ട് ഇരിക്കും. ഇത് 4 എണ്ണത്തിന് 58 രൂപയാണ് കേട്ടോ. 58 രൂപക്ക് എന്തുകൊണ്ടും നല്ല വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ചൂടുള്ള ഐറ്റംസൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ ഒരു കപ്പ് ടൈപ്പിൽ വന്നിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. നമുക്ക് കുടിക്കാനും എളുപ്പമാണ്. 500 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. 139 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു സ്റ്റീമറാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന് വെക്കാനുള്ള 4 സ്റ്റാൻഡുകളാണ് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയത്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ വെക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ചുരുക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴുകാനൊരു സ്ട്രെയിനർ പോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സാധാരണ സ്റ്റീമറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏത് പാത്രത്തിലും എന്തെങ്കിലും ആവിയായിട്ട് എടുക്കാനൊക്കെ ഇതിൻ്റെ 4 സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാത്രത്തിലും ഇറക്കി വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴുകാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് പാത്രത്തിൽ വെച്ച് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് നിൽക്കുക. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉയർന്ന് നിൽക്കും കേട്ടോ. കണ്ടോ, ഏത് പാത്രത്തിലാണോ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാൻ പറ്റും. 178 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതൊരു ലോക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ പലരുടെ വീട്ടിൽ ഫ്രിഡ്ജിനൊന്നും അതിൻ്റെ കീ ഒന്നും കാണുന്നുണ്ടാവില്ല. ഫ്രിഡ്ജ് വാങ്ങിയ സമയത്ത് അത് എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് എവിടെയാണെന്നൊന്നും അറിയണ്ടാവില്ല. അപ്പം കുട്ടികളാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും വന്ന് ഫ്രിഡ്ജ് തുറന്നുകൊണ്ടിരിക്കും. ഫ്രിഡ്ജിനും മാത്രമല്ല, ലോക്കില്ലാത്ത ഏത് അടപ്പിനും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഷോക്കേസിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് നീക്കി അടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 സൈഡിലും ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള ഡ്രോയർ എപ്പോഴും തുറന്ന് ഇതിലുള്ള പൊട്ടുന്ന പാത്രങ്ങളൊക്കെ എടുക്കലാണ് കേട്ടോ മോന് പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. ഇതിൻ്റെ 2 സൈഡിലും ഇതങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇനി ലോക്കില്ലാത്ത ഏത് ഡോറുകളും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് ബൈക്കിലൊക്കെ പോകുന്നവർക്ക്, 2 വീലറിലൊക്കെ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൊബൈൽ ഹോൾഡറാണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലൊരു പൗച്ച് മോഡലിലാണ് ഇത് വരുന്നത്. ഇത് 2 വീലറിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അതിൻ്റെ ടൂൾസും ഐറ്റംസൊക്കെയാണ്. ഇതുപോലെ ഒരു സൈഡിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ്. നമുക്ക് ഫോണിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് 2 വീലറിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. ടച്ചും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നമുക്ക് വർക്കാവും. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തൊന്നും അതിനുള്ളിലേക്ക് വെള്ളമാവില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ 2 വീലറിലാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ കയ്യിൽ ഇത് പിടിക്കലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. 239 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് നൂൽ പൊറോട്ട മേക്കറാണ് കേട്ടോ. നമ്മൾ മൈദ വെച്ചിട്ടല്ലേ പൊറോട്ട ഉണ്ടാക്കുക. അപ്പോൾ അത് പരത്തി കഴിഞ്ഞാൽ കത്തി വെച്ചിട്ടൊക്കെ ഇങ്ങനെ നൂല് പോലെ കട്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോവില്ലേ. മൈദേൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാനിനി റെസിപ്പി വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്യാം. വെറും 167 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ആ ഒരു റേറ്റിന് നല്ല വേർത്താണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കേട് വരുന്ന ഒരു പ്രശ്നമേ ഇല്ല.
അടുത്തതൊരു 4 ഹുക്സ് വന്നിട്ടുള്ളൊരു ഹാങ്ങറാണ് കേട്ടോ. ഒരു 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഹാങ്ങറാണ്. ഇത് ജസ്റ്റ് ഒരു എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും കേട്ടോ. വെറും 29 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. നമ്മുടെ അലമാരിയിലൊക്കെ ഇതുപോലുള്ള കമ്പികളൊക്കെ ഉണ്ടാവില്ല, അതിൽ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 4 സൈഡിലും 4 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒന്നിൽ തന്നെ 2-3 എണ്ണമൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും കേട്ടോ. 29 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ്. അടുത്ത് നമുക്ക് മീനൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന, മീനിൻ്റെ ചെതുമ്പലും മീൻ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കത്തിയാണ്. ഇതിൻ്റെ ഈ ഒരു കുനുകുനുപ്പുള്ള ഒരു സൈഡ് കൊണ്ട് നമുക്ക് മീനിൻ്റെ ചെതുമ്പൽ, എത്ര വലിയ മീനിൻ്റെ ചെതുമ്പലും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മീനിന് വരയിടാനും മുറിച്ചെടുക്കാനൊക്കെ ഈ ഒരു മൂർച്ചയുള്ള ഭാഗം കൊണ്ടും പറ്റും. അപ്പോൾ ഞാനത് ജസ്റ്റ് മൂർച്ച ഉണ്ടോ എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഒരു പൊട്ടാറ്റോ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കത്തി പോലെ തന്നെ അത് മുറിച്ചെടുക്കാനും പറ്റും. 59 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹാങ്ങറാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഈ കുളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. വെറും 98 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. കണ്ടോ, ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ പറ്റും സാധനത്തിൻ്റെ. അതായത് കുറച്ച് വലിയ സാധനമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ കുളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കാം കേട്ടോ. 98 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് നമ്മുടെയൊക്കെ അലമാരയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഡ്രോയറിൻ്റെ ഒക്കെ ഉള്ളിൽ ജസ്റ്റ് നമ്മളെല്ലാ സാധനം കൂടെ വലിച്ചു വാരി അതിനുള്ളിൽ ഇട്ടിട്ടുണ്ടാവില്ലേ, എന്തെങ്കിലും സാധനം തിരയുന്ന സമയത്ത് അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻസ് ആക്കിയിട്ട്, നമ്മുടെ കബോർഡിനുള്ളിലൊക്കെ ഇതുപോലെ സെക്ഷൻസ് ആക്കിയിട്ട്, അതായത് നീളത്തിലുള്ള ഐറ്റംസ് ആണെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെക്ഷൻസ് ആക്കിയിട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു ഡിവൈഡർ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. 97 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. കണ്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സെക്ഷൻസ് നീളത്തിലുള്ളതോ സ്ക്വയർ ടൈപ്പിലുള്ളതൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സുകൾ വെക്കാൻ അല്ലെങ്കിൽ ബോട്ടിൽസ് വെക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്തിട്ട് അത് പോവില്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ കാറിൻ്റെ ബാക്കിൽ, സീറ്റിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കൊളത്തിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ബോട്ടിൽസോ ചായയോ ജ്യൂസോ ഒക്കെ നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ 2 ഹുക്സ് ഉണ്ട്, അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുകയും ചെയ്യാം. അതിൻ്റെ താഴെയുള്ള 2 ഹുക്സിൽ നമുക്ക് നമ്മുടെ ബാഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ. 64 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ചെറിയ തിന്നായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളുടെ ഉള്ളിലേക്ക് പോയിട്ട് അഴുക്കൊക്കെ വൃത്തിയാക്കി എടുക്കും. ഫ്രിഡ്ജിൻ്റെ മാത്രമല്ല, നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇനി പാത്രങ്ങളുടെയൊക്കെ ഗ്യാപ്പാണെങ്കിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന തിന്നായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. 20 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ്. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും, ഒരുപാട് നൂലുകളൊക്കെ വന്നിട്ട് തിക്കായിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ. അടുത്തത് നമുക്ക് മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. ഇത് സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു സ്ലിപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. കണ്ടോ, ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലുള്ള ഒരു സ്റ്റിക്കർ ഇത് പറിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ചാർജ് ചെയ്ത് വെക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഹോൾ ഇതാ താഴെ കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാനിത് കട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, നല്ലപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഫോണിട്ട് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ചാർജ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ നമുക്ക് ഫോൺ ഇതിലിട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ താഴെ ചാർജ് ചെയ്യുകയും ചെയ്യാം. ചാർജർ ഇതിനുള്ളിലൂടെ നമുക്ക് ഇതിൻ്റെ ഒരു കേബിൾ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിത് കുത്താൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ചാർജർ അല്ല കേട്ടോ ഇത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്ത് കൊടുക്കാം. 57 രൂപയാണ് കേട്ടോ ഇത് 2 എണ്ണത്തിൻ്റെ റേറ്റ്. അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫോണുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചാർജർ സെറ്റാണ് കേട്ടോ. അതായത് ഒരു കണക്റ്റർ സെറ്റാണ്. ഇതിൽ സി ടൈപ്പിൽ വന്നിട്ടുള്ള രണ്ട് സൈഡിലും സി ടൈപ്പിൽ വന്നിട്ടുള്ളൊരു കേബിളാണ് വരുന്നത്. ഇതിൽ നമുക്ക് അതായത് USB-യോ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ചാർജറോ ചെറിയ ആ ഒരു സാംസങ്ങിൻ്റെ എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ചെറിയ പിന്ന്, അത് നമുക്ക് ഈ സി ടൈപ്പിലെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സിമ്മൊക്കെ മാറ്റിയിടാൻ പറ്റുന്ന ആ ഒരു പിന്നും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കിറ്റാണ് കേട്ടോ ഇത്. നല്ലപോലെ ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നുണ്ട് കേട്ടോ.
പിന്നെ അത് മാത്രമല്ല ഇതിലിങ്ങനെ ഒതുക്കി നമ്മളിപ്പോൾ ഞാൻ മുമ്പ് ഒരു 3 in 1 ചാർജർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ആ വയറൊക്കെ ചുരുട്ടി നമ്മളായിട്ട് മടക്കി എടുത്ത് വെക്കണമല്ലോ. ഇത് ജസ്റ്റ് ഇതിലങ്ങോട്ട് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റിലൊക്കെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. വെറും 99 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഈ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവിടെ കാറ്റലോഗ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്